നമസ്കാരം. ബിഗ് ബോസ് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് കാണണ്ടേ, അറിയണ്ടേ? എല്ലാ കാര്യങ്ങളും ഒന്നും മിക്കവാറും ബിഗ് ബോസിൽ എപ്പിസോഡിൽ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ ജിസേലിന്റെ അമ്മയാണ് ആദ്യം വന്നത്. ജിസേലിന്റെ അമ്മ മാത്രമാണ് വന്നത്. അപ്പം ജിസേലിന്റെ അമ്മ വന്നു, എല്ലാവരെയും ഹഗ് ചെയ്യുന്നു. പക്ഷെ ആര്യനെ മൈൻഡ് ചെയ്യുന്നേയില്ല. ആര്യന്റെ മുമ്പിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഫേസ് ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്തില്ല. അവസാനം ആര്യൻ അങ്ങോട്ട് ചെന്ന് അപ്പോഴത്തേക്ക് ജിസേലിനെ ജസ്റ്റ് കണ്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. അത് ഒരു ഗ്ലാസ് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കുന്ന ഒരു ആക്ടിവിറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു പസിൽ കൊടുത്തിരുന്നത്. അത് കുറച്ച് പാടായിരുന്നു. വളരെ പാടുപെട്ടാണ് ചെയ്തത്. കുറച്ച് സമയം ഏറെ കൊടുത്തു കേട്ടോ ജിസേൽ, ഒത്തിരി സമയം പോയി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നു. പക്ഷെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തൊന്നുമില്ല. ജസ്റ്റ് ആര്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശരി അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് പക്ഷെ അവൻ അവിടെ പോയിരിക്കുന്നത് അന്നേരം പോലെ പുള്ളി ഭയങ്കര ഡള്ളാണ്. ആര്യന്റെ മുഖം ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങ് അമ്മയും മോളും കൂടെ തമ്മിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡ്രസ്സില്ല, അങ്ങനെ ഓരോ പരാതി പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിയാവുന്ന അവർ തമ്മിലുള്ള ഒരു ചെറിയ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ വഴക്കല്ല, എന്നാലും പരിഭവം പറയില്ലേ നമ്മൾ ഒത്തിരി നാളോട് കാണുമ്പം, അങ്ങനെയുള്ള പരിഭവം. പിന്നെ വീട്ടിലെ ജോലിക്കാർ പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സമയം പോന്നു. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ആര്യൻ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. പക്ഷെ ആര്യനെ മൈൻഡ് ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ എല്ലാം കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ജിസൽ പറയുന്നുണ്ട്, ആര്യനല്ലേ ഇവിടുത്തെ കൊച്ച് കളിക്കുന്നത്, ആര്യൻ പെൺകുട്ടികളുടെ അടുത്ത് കുറച്ച് കൂടുതൽ കളിക്കുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ആര്യനെ കുറിച്ച് പറയുന്നില്ല. അവസാനം കുറേ നേരത്തിന് ശേഷം ആര്യൻ ഭയങ്കര ഡള്ളാണ് കേട്ടോ. ആര്യന്റെ മുഖം ഭയങ്കര വിഷമത്തിലായിരിക്കുന്നത്. ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ആര്യനോട് പോയിരിക്കുമ്പോൾ ആരാ വരുന്നത്? അച്ഛനും അമ്മയും, ഉറപ്പായിട്ടും അച്ഛനും അമ്മയാ. അപ്പം വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു എന്തോ എനിക്ക് ജിസലിന്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം സ്റ്റോർ റൂം വഴി നമ്മുടെ ആര്യന്റെ ബ്രദർ വരുന്നു. ബ്രദറിനെ എല്ലാവരും അപ്പം നെവിൻ പെട്ടെന്ന് പറഞ്ഞു ഇത് ആര്യന്റെ ബ്രദറാന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു, ഹിന്ദി പാട്ട് കേൾക്കുന്നു. പാട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, നല്ലൊരു പാട്ടാണ് കേൾക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നല്ല ക്യൂട്ട്, നല്ല രസമുണ്ട് ആര്യന്റെ അമ്മയെ കാണാൻ. അങ്ങോട്ട് നല്ല രസമുള്ള നല്ല സുന്ദരി ഒരു അമ്മ വരുന്നു. പക്ഷെ ആദ്യം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ആരാന്നറിയാം? അനുമോളാണ് കെട്ടിപ്പിടിക്കുന്നത്. പക്ഷെ അവർക്ക് ആരോടുമില്ല. അതുപോലെ അതിലെന്നോറെ ഞാൻ ദത്തെടുത്തിരിക്കുന്നു പറയുന്നു. നെവിനെ ഇഷ്ടമാണ്, അനീഷിനോട് വീട്ടിൽ വരണം ഇടയ്ക്ക് സെപ്പറേറ്റ് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നല്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് മലയാളം അറിയില്ല, അപ്പം അറിയാവുന്ന മലയാളത്തിലൊക്കെ പറയാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. അപ്പം ആരും പറഞ്ഞു, എല്ലാവരും വന്നിട്ട് ഓരോ ഹിന്റ് കൊടുക്കും, നിങ്ങൾ മാത്രം എന്താ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്, എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നില്ല നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവർ പറയുന്നു. അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ജിസേലിനെ. പക്ഷെ അവർ ജിസേലിനെ നന്നായി വന്ന് കെട്ടിപ്പിടിക്കുകയും അവർ ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ വളരെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജിസേലിന്റെ അമ്മയെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്തത് പറഞ്ഞാൽ ആര്യന്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. ബൈ.